വളരെ എളുപ്പത്തിൽ സ്മൂത്തായിട്ട് കോളങ്ങളും വരികളും സെല്ലുകളും റീഅറേഞ്ച് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒരു എക്സൽ ഷോർട്ട് കട്ടിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഈ ടേബിളിൻ്റെ കോളം ഹെഡേഴ്സ് ശ്രദ്ധിക്കുക. ജാനുവരി, മാർച്ച്, മെയ്, ജൂൺ, ഫെബ്രുവരി, ഏപ്രിൽ, അതായത് ഓർഡർ തെറ്റിയിട്ടാണ് ഈ കോളങ്ങളുള്ളത്. ജാനുവരിക്ക് ശേഷം ഫെബ്രുവരിയാണ് വരേണ്ടത്, മെയ്, ജൂൺ കോളങ്ങൾ വരേണ്ടത് ഏപ്രിലിന് ശേഷമാണ്. സോ ഈ കോളങ്ങൾ നമുക്ക് റീഅറേഞ്ച് ചെയ്യണം. ആദ്യം ജാനുവരി, മാർച്ച് കോളങ്ങൾക്കിടയിൽ ഫെബ്രുവരിയുടെ കോളം പ്ലേസ് ചെയ്യണം. ഇതിന് പല മെത്തേഡ്സ് ഉണ്ട്. ഒരുപാട് ആളുകൾ ഉപയോഗിക്കുന്നൊരു മെത്തേഡ് നോക്കുക. ഫെബ്രുവരി എന്ന കോളം സെലക്ട് ചെയ്യുന്നു. ഈ കോളം കട്ട് ചെയ്യാനായിട്ട് കൺട്രോൾ X, ഇവിടെ പേസ്റ്റ് ചെയ്യാനായിട്ട് ഈ സെല്ല് സെലക്ട് ചെയ്യുന്നു, കൺട്രോൾ V. ഇനി ഈ 3 കോളങ്ങൾ സെലക്ട് ചെയ്യുന്നു, റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുന്നു, ഫെബ്രുവരിയുടെ കോളം സെലക്ട് ചെയ്യുന്നു, ഇവിടെ പ്ലേസ് ചെയ്യുന്നു. വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കപ്പെടുന്ന ഒരു മെത്തേഡാണിത്. എന്നാൽ ഇതിനേക്കാൾ വളരെ എളുപ്പത്തിൽ നമുക്ക് കോളങ്ങൾ റീഅറേഞ്ച് ചെയ്യാൻ സാധിക്കും. എങ്ങനെയെന്ന് നോക്കുക. തൊട്ട് മുമ്പത്തെ ആക്ഷൻസ് ഞാൻ അൺഡു ചെയ്യുന്നു. എസ്കേപ്പ്. ഫെബ്രുവരിയുടെ കോളം ജാനുവരി, മാർച്ച് കോളങ്ങൾക്കിടയിൽ പ്ലേസ് ചെയ്യാനായിട്ട് ഫെബ്രുവരിയുടെ കോളം സെലക്ട് ചെയ്യുന്നു. ഇനി ഷിഫ്റ്റ് കീ ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് സെലക്ഷൻ്റെ ബോർഡറിൽ ക്ലിക്ക് ചെയ്യുക. ഷിഫ്റ്റ് കീയും മൗസ് ബട്ടണും ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഇടതുവശത്തേക്ക് പോയിൻ്റർ കൊണ്ടുവരിക. നോക്കുക, ഒരു ഗ്രീൻ ലൈൻ മൂവ് ചെയ്യുന്നത് കാണാം. എവിടെയാണോ കോളം പ്ലേസ് ചെയ്യേണ്ടത് അങ്ങോട്ടേക്ക് പോയിൻ്റർ കൊണ്ടുവരിക. ജാനുവരി, മാർച്ച് കോളങ്ങൾക്കിടയിൽ ഒരു ഗ്രീൻ ലൈൻ കാണാം. ഇനി മൗസ് ബട്ടൺ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഫെബ്രുവരിയുടെ കോളം ജാനുവരി, മാർച്ച് കോളങ്ങൾക്കിടയിൽ പ്ലേസ് ചെയ്യപ്പെട്ടു. ഇങ്ങനെ ഒന്നിലധികം കോളങ്ങൾ നമുക്ക് മൂവ് ചെയ്യാൻ സാധിക്കും. മെയ്, ജൂൺ കോളങ്ങളെ ഏപ്രിലിന് ശേഷം പ്ലേസ് ചെയ്യാനായിട്ട് ഈ കോളങ്ങൾ സെലക്ട് ചെയ്യുന്നു. ഷിഫ്റ്റ് കീ ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് സെലക്ഷൻ്റെ ബോർഡറിൽ ക്ലിക്ക് ചെയ്യുക. എവിടെയാണോ കോളങ്ങൾ പ്ലേസ് ചെയ്യേണ്ടത് അങ്ങോട്ടേക്ക് പോയിൻ്റർ കൊണ്ടുവരിക. നോക്കുക, ഒരു ഗ്രീൻ വെർട്ടിക്കൽ ലൈൻ ഇവിടെ കാണാം. ഇനി മൗസ് ബട്ടൺ റിലീസ് ചെയ്യുന്നു. ഇതേ രീതിയിൽ റോസ് അഥവാ വരികളെയും നമുക്ക് മൂവ് ചെയ്യാൻ സാധിക്കും. കൊച്ചി നഗരത്തിൻ്റെ ഡീറ്റെയിൽസ് കണ്ടെയ്ൻ ചെയ്യുന്ന ഈ വരിയെ ഹൈദരാബാദിനും ഡൽഹിക്കും ഇടയിൽ പ്ലേസ് ചെയ്യാനായിട്ട് ഈ വരി സെലക്ട് ചെയ്യുന്നു. ഷിഫ്റ്റ് കീ ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് സെലക്ഷൻ്റെ ബോർഡറിൽ ക്ലിക്ക് ചെയ്യുക. ഇനി എവിടെയാണോ വരി പ്ലേസ് ചെയ്യേണ്ടത് അങ്ങോട്ടേക്ക് പോയിൻ്റർ കൊണ്ടുപോവുക. നോക്കുക, ഒരു ഗ്രീൻ ലൈൻ മൂവ് ചെയ്യുന്നത് കാണാം. ഹൈദരാബാദിനും ഡൽഹിക്കും ഇടയിലാണ് ഈ വരി എനിക്ക് പ്ലേസ് ചെയ്യേണ്ടത്. ഇനി മൗസ് ബട്ടൺ റിലീസ് ചെയ്യുന്നു. വീണ്ടും കോളങ്ങളും വരികളും പോലെ സെല്ലുകൾ മൂവ് ചെയ്യാനും ഈ ടെക്നിക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഈ കാണുന്ന സെല്ല് മൂവ് ചെയ്യാനായിട്ട് ഈ സെല്ല് സെലക്ട് ചെയ്യുന്നു. ഷിഫ്റ്റ് കീ ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് സെലക്ഷൻ്റെ ബോർഡറിൽ ക്ലിക്ക് ചെയ്യുക. എവിടെയാണോ പ്ലേസ് ചെയ്യേണ്ടത് അങ്ങോട്ടേക്ക് പോയിൻ്റർ കൊണ്ടുപോവുക. നോക്കുക, ഗ്രീൻ ലൈൻ മൂവ് ചെയ്യുന്നത് കാണാം. മൗസ് ബട്ടൺ റിലീസ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ള സ്ഥലത്തേക്ക് സെല്ല് മൂവ് ചെയ്യപ്പെട്ടു.